അച്ഛൻ കുറച്ച് കാശ് വേണം. എന്തോന്ന്? കാശോ? ഓ ഡാ ഇങ്ങോട്ട് നോക്കി. നിനക്ക് കാശ് വേണോ? നാണമില്ലല്ലോടാ ചോദിക്കാൻ. അച്ഛൻ്റെ അല്ലേ മോൻ? മിണ്ടരുത് നീ. എഞ്ചിനീയറിംഗ് മൊത്തം പാസ്സായി, എന്നിട്ട് ഇതുവരെ ജോലി കണ്ടെത്താനായോ? എന്നും അച്ഛൻ കാശ് തരണം പോലും. ഇനി ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. ഇനി കാശ് വേണമെങ്കിൽ സ്വന്തമായി അധ്വാനിച്ച് കണ്ടെത്തിക്കോ. ഓ ഇനി ഒരു പരിപാടിക്ക് ഞാനില്ല. അതെന്താടാ? വീട്ടിൽ നിന്ന് കാശ് തരുന്നില്ല. അത് തന്നെ. ഓൾ പാസ്സായിട്ട് നിനക്ക് വീട്ടിൽ നിന്ന് കാശൊന്നും തരുന്നില്ലല്ലേ? അതാടെ പണി കിട്ടിയത്. അതെന്തോ പറ്റി? എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. പണ്ട് പഠിച്ചോണ്ടിരുന്നപ്പോൾ ആണെങ്കിൽ പ്രോജക്റ്റ്, എക്സാമിനേഷൻ ഫീ എന്നാ പറഞ്ഞ് കാശ് മേടിക്കായിരുന്നു. ഇപ്പൊ ഒന്നും ഇല്ലല്ലോ. കാശ് കിട്ടുന്നില്ലല്ലേ? അപ്പൊ അതാണ് പ്രശ്നം. അർജുനല്ലേ? മോൻ കയറി വരൂ. അവൻ കുളിക്കുകയാണ്. ഡാ ആ മോൻ കയറി വാ. എടീ ഒരു ചായ. അയ്യോ ചായ എപ്പോ? ഏയ് ഒരു ചായയൊക്കെ ആവാം. അയ്യോ അതല്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ. വേണമെങ്കിൽ ഞാൻ ചോദിച്ചു മേടിച്ച് കുടിക്കുമല്ലോ, അതുകൊണ്ടാ. ശരി, ചായ വേണ്ട. എന്നാ മോൻ വാ, ഇരിക്കേ. മോൻ എവിടാ താമസിക്കുന്നേ? അത് കുരുവിക്കാടാ. ആഹാ, മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ഇപ്പോഴാണ് എൻ്റെ ആവശ്യം വന്നത്. ആവശ്യമോ? അതെ, അർജുൻ കുറച്ച് കാശ് കടം ചോദിച്ചിരുന്നു, അത് കൊടുക്കാനായിട്ട് വന്നതാണ്. അവന്റെ കാര്യമൊക്കെ മോൻ അറിയാമല്ലോ. ഇല്ലാഞ്ഞിട്ടല്ല അവന് കൊടുക്കാത്തത്. ഞാൻ റിട്ടയർഡായി. ഇങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ കാശ് കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവനൊരു സീരിയസ്നെസ് ഇല്ലാത്തത്. കാശ് കിട്ടാതാവുമ്പോൾ അവനൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അതൊരു വാശിയായി അവനൊരു ജോലി കണ്ടെത്തുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ അവന്റെ ലൈഫ് സക്സസ് ആവും. അല്ലാതെ കാശില്ലാത്തതുകൊണ്ടല്ല ഞാൻ അവന് കൊടുക്കാത്തത്. ഞാൻ ആലോചിക്കുമായിരുന്നു, എനിക്കിങ്ങനെ ഒരു അച്ഛനില്ലാതായി പോയല്ലോ. അയ്യോ, അച്ഛനെന്ത് പറ്റി? അച്ഛന് സുഖം തന്നെ, കഷ്ടപ്പെടുന്ന മൊത്തം ഞാനാണല്ലോ. അതെന്താ? അങ്കിളിനറിയോ, 21 സപ്ലി ഉണ്ട് എനിക്ക്. ഇതിനെല്ലാം കാരണക്കാരൻ എൻ്റെ അച്ഛനാണ്. അച്ഛനോ? അതെ, ഓരോ തവണ അരിയറുമായിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ പറയും, നീ നിന്റെ ലൈഫ് എൻജോയ് ചെയ്യുന്നു. ഞാൻ കാശ് വയ്ക്കുമ്പോൾ കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന കാശ് എൻ്റെ കയ്യിൽ വെച്ച് നിന്നിട്ട് പറയും, നിന്റെ പ്രായത്തിൽ എൻജോയ് ചെയ്യാൻ എൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു, ആകെ എൻ്റെ മോന് വരാൻ പാടില്ലാന്ന്. ഇത് പറയുന്നതിന് വേറെ അച്ഛൻ എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നന്നായി പോയേനെ. അയ്യോ, അങ്ങനെ പറയരുത്. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. അർജുൻ അടക്കം ആകെ 5 പേരാണ് നമ്മുടെ കോളേജിൽ ഓൾ പാസ്സായത്. എന്നിട്ടും അങ്കിൾ അർജുന് കാശ് കൊടുക്കുന്നുണ്ടോ? അവൻ്റെ ലൈഫിലെ എല്ലാ സന്തോഷങ്ങളും മിസ് ചെയ്താലും, അങ്കിളിനെ അവൻ എത്ര വെറുത്താലും, അവൻ്റെ ലൈഫ് സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടല്ലേ അങ്കിൾ ഇങ്ങനെ ചെയ്യുന്നത്. വന്നല്ലോ. ദാ നീ ചോദിച്ച കാശ് നീ എങ്ങത്തല്ലോ. ശരി അങ്കിൾ, ഇനിയും വരണം. എന്ത് നല്ല കുട്ടി. യവനല്ല, യവന്റെ അച്ഛനാണ് സൂപ്പർ. എന്ത് നല്ല അച്ഛൻ. ബിയർ അടിക്കാൻ വരെ അങ്ങേരാണ് കാശ് കൊടുക്കുന്നത്. കൊതിയായി പോവും. ഇവിടെ ഉണ്ടോർണം കാശിന് ഗുണമില്ലാതെ. നമുക്കതിനുള്ള യോഗമില്ല. ഡാ നിൽക്ക്. നിനക്ക് കാശിന് വല്ല ആവശ്യമുണ്ടോ? എനിക്ക് ആവശ്യമുള്ള കാശ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിൽക്ക്. $1847. ആ കുട്ടിയുടെ കാശ് തിരിച്ചു കൊടുത്തേക്ക്. നിനക്ക് ആവശ്യമുള്ളത് നീയും എടുത്തോ. ഇനി ഇങ്ങനെ ആരോട് കടം വാങ്ങിക്കരുത്. ഹേടാ, ദാ നിന്റെ മേടിച്ച കാശ്. ഇത് നിന്റെ കൂലി. കാശ് കിട്ടുന്നില്ലല്ലേ? അപ്പൊ അതാണ് പ്രശ്നം. കാശ് ഒരു പണിയുണ്ട്. ബൈഡാ, എന്നാലും നിന്നെ സമ്മതിക്കണോ അളിയാ?